ഇനി അടുത്ത ഷേപ്പിന്റെ കുറെ പെൻ ടൂള് ആൾറെഡി ഇതിലുള്ള പോലെ തന്നെ പെൻ ടൂൾ വരയ്ക്കാൻ നമുക്ക് ഷേപ്പ് പെൻ ടൂൾ ഇതെങ്ങനെ വരയ്ക്കാം. ഫോട്ടോഷോപ്പിൽ നിങ്ങൾ എങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ച് ഷേപ്പ് വരച്ച അതേ സംഭവം തന്നെ, ഒരു മാറ്റമില്ല. അതിന് ആഡ് ആങ്കർ പോയിന്റ്, ഡിലീറ്റ് ആങ്കർ പോയിന്റ്, കൺവേർട്ട് പോയിന്റ് സെയിം അതേ ഫോട്ടോഷോപ്പിൽ അതേ തന്നെ, വേറെ ഒന്നും മാറ്റമില്ല. അടുത്ത സർക്കിളിനപ്പോൾ വരച്ചു. അതിൽ റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ റൗണ്ട് കോർണർ ആയിരിക്കും വരിക. പിന്നെ ഇല്യൂസ്ട്രേറ്ററിന്റെ പുതിയ വേർഷനിൽ ഈസി ആയിട്ട് റൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പോൾ വഴിയില്ല. ഇപ്പം ഇത് കോർണർ റൗണ്ട് ആക്കണം പറഞ്ഞാൽ നിങ്ങളുടെ CS6 വന്നിട്ട് ഇതിന് FX പോവുക. എന്നിട്ട് നമ്മുടെ സ്റ്റൈലൈസ് അതിന് പോയിട്ട് റൗണ്ട് കോർണേഴ്സ് പറഞ്ഞ സാധനം കണ്ട അതിലിത് ക്ലിക്ക് ചെയ്യുക. ഓരോ എഫക്റ്റും വേറെ സെപ്പറേറ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ റൗണ്ട് കോർണർ ആക്കണം പറഞ്ഞത് വേണ്ട. ഇങ്ങനെ അഡീഷണൽ ബോക്സ് ഒന്ന് പ്രിവ്യൂവിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചേഞ്ച് ചെയ്തോ അതിവിടെ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. അത് നോക്കിയോ, കോർണർ റൗണ്ട് ഞാൻ സംഖ്യകൾ കൂട്ടി കൊടുക്കുമ്പോൾ അവിടെ എന്തായി, ഏകദേശം സർക്കിളിലേക്ക് നീങ്ങും. എത്രയ്ക്കാണോ റൗണ്ട് വേണ്ടത് ആ റൗണ്ടിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ് ആവും. ഓക്കെ, ഇത് എഫക്റ്റ് വഴിയാണ് റൗണ്ട് ആക്കണത്. ഇപ്പോൾ പുതിയ വേർഷനിൽ വന്നിട്ട് എഫക്റ്റ് ഇല്ലാതെ തന്നെ റൗണ്ട് ആക്കാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതാണ് പുതിയ വേർഷൻ ഒരുപാട് പഠിക്കണം പറയാൻ കാര്യം. കുറേ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതിൽ എന്താ ഉള്ളത്, പോളികൾ. ഓക്കെ, ഇപ്പോൾ പോളികളിൽ എത്ര സൈഡ് ഉണ്ട്? ഇതിന് സൈഡ് എന്നുള്ള മുകളിൽ കാണിക്കണില്ല, പുതിയതിൽ കാണിക്കണ്ടായത്. ഓക്കെ, ഇതിന് സൈഡുകൾ കൂട്ടണം പറഞ്ഞാൽ രണ്ട് വഴിയുണ്ട്. ഒന്നാമത്തെ വഴി ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വരയ്ക്കണ്ട, ഇങ്ങനെ വരയ്ക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ആ പോളിഗൺ എടുത്ത് ഒരു ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. കണ്ടാ എത്ര റേഡിയസ് വേണം, എത്ര സൈഡ് വേണം. ഇപ്പോൾ 6 ഉള്ളത്, ഞാൻ 6 എന്നുള്ളത് 3 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്താൽ കണ്ടാ ട്രയാങ്കിൾ ആയിരിക്കും വരിക. അതുകൂടാതെ വേറെ വഴി എന്താ പറഞ്ഞാൽ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ പാടില്ല, മൗസിൽ നിന്ന് വിരലെടുക്കാതെ തന്നെ ആരോക്കി അടിക്കുക. ആരോക്കി ഡൗൺ അടിച്ചാൽ, ഇപ്പോൾ ഡൗൺ അടിച്ചാൽ ഒന്നുമില്ല വരാൻ, മാക്സിമം 3 സൈഡേ വരുള്ളൂ. അപ്പം അടിച്ച് കഴിഞ്ഞാൽ കണ്ടാ സൈഡുകൾ കൂടി കൂടി വരും. ഡൗൺ അടിച്ചാൽ സൈഡുകൾ കുറഞ്ഞു വരും. ഓക്കെ, ഇങ്ങനെ രണ്ട് വഴി നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൽ സ്റ്റാർ പറഞ്ഞൊരു ടൂൾ ഉണ്ട്, അഡീഷണൽ സ്റ്റാർ ടൂള്. സ്റ്റാറും അതേപോലെ തന്നെ അടിക്കുക, ഡൗൺ അടിക്കുക. പിന്നെ സ്റ്റാറിൻ്റെ ലെങ്ത് കൂട്ടണം പറഞ്ഞാൽ സ്റ്റാർ വരയ്ക്കുമ്പോൾ കൺട്രോൾ പിടിക്കുക. ചെറുതായിട്ടാണ് വരച്ചത്. ആദ്യം സ്റ്റാർ വരയ്ക്കുക. ഇനി അടുത്തതിലെ ഡ്രോയിങ്ങിൻ്റെ കാര്യം. ഇതാണ് ഇല്യൂസ്ട്രേറ്ററിൻ്റെ കുറച്ച് അഡീഷണൽ ഉള്ളത്. പെൻസിൽ ടൂളും ബ്രഷ് ടൂളും. ഇതിൽ ബ്രഷ് ടൂളിൽ നമുക്ക് നോർമലി വരച്ച് കഴിഞ്ഞാൽ വേണ്ട സ്ട്രോക്ക് ആയിട്ടായിരിക്കും വരിക. ഇവിടെ കാണുന്ന സ്ട്രോക്ക് ഉണ്ട്, കളർ ബ്ലൂ ആയതുകൊണ്ട് വന്നു, റെഡ് കൊടുത്തു, ഞാൻ ബ്രഷ് എടുത്ത് വരച്ചു. ഓക്കെ, ഔട്ട്ലൈൻ ആയിരിക്കും വരിക കളർ. ഇതാണ് ബ്രഷ്. പെൻസിൽ സെയിം തന്നെയാണ്, പക്ഷെ വ്യത്യാസം ഒന്നുണ്ട്. ബ്രഷിലും പെൻസിലും വരയ്ക്കുമ്പോൾ പെൻസിലെടുത്ത് വരച്ചു,
ഇപ്പോൾ പെൻസിൽ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരച്ചതിൻ്റെ മുകളിൽ തന്നെ ഒന്നും കൂടി ഇത് അങ്ങനെ ഒരു യൂ ടേൺ എടുത്തു. ഇപ്പം എന്തായി? അപ്പോൾ ആൾറെഡി വരച്ചതിനെ ഞാൻ റീ എഡിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ വരച്ചാലോ, അതായത് ഒന്ന് സ്മൂത്ത് ആക്കണം പറഞ്ഞത് അവിടെ നേരെ അവിടെ പോയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രഷിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബ്രഷ് എടുത്ത് വരച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി വരച്ചാൽ വീണ്ടും പുതിയ ലൈനേ വരുള്ളൂ. പെൻസിൽ അങ്ങനെയല്ല, ഒന്നും കൂടി റീ എഡിറ്റ് ആവും. ഇതിപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യം വരും? ചില ഡ്രോയിങ് ഒക്കെ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് വരയിൽ തന്നെ കറക്റ്റായിട്ട് വരണമെന്നില്ല. നിങ്ങളിപ്പോൾ നോർമലി തന്നെ പെൻസിലിൽ എന്തിനാണ് വരയ്ക്കണത്? മായ്ച്ച് മായ്ച്ച് വരയ്ക്കേണ്ടി വരും. അപ്പോൾ മായ്ച്ച് വരയ്ക്കണതിൽ വീണ്ടും വീണ്ടും മായ്ച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? പെൻസിൽ തപ്പം രാവിലെ ഒരു സർക്കിൾ വരച്ചു. കുറച്ചും കൂടി നന്നായിട്ട് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി മുകളിൽ കൂടെ ഒന്നും കൂടി ഒന്ന് കറക്റ്റായിട്ട് വരച്ചു. ഇനി ശരിയായില്ല, ഇനിയും കുടിച്ച് വരയ്ക്കാം, ഇനിയും വരയ്ക്കാം. ഇനി ഇങ്ങനെ വരയ്ക്കണം. ഇതങ്ങനെ വളച്ചത് എങ്ങനെ പോണ? ഇത് തുടങ്ങിയതാവും. അതായത് വരച്ച് ഇങ്ങനെ ഫിനിഷ് ആക്കണമെന്നില്ല. വീണ്ടും വീണ്ടും ടച്ച് ചെയ്ത് നമുക്ക് വരച്ച് കറക്റ്റാക്കാം. ഓക്കെ, അതാണ് പെൻസിൽ ടൂൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ്ങിൻ്റെ വർക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. വിട്ട് കഴിഞ്ഞാൽ എന്തായി? അതായത് എങ്ങനെ മനസ്സിലാവും അതിൻ്റെ കൂടെ വരും എന്ന് മനസ്സിലാക്കുകയാണെന്ന് എങ്ങനെ പറഞ്ഞാൽ, ഒരു ചെറിയൊരു എക്സ് എന്ന് കാണുന്നുണ്ടല്ലേ? എക്സ് എന്ന് കണ്ടാൽ പുതിയ ലൈനായിട്ടായിരിക്കും വരിക. ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എക്സ് ഇല്ല, മിസ്സായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾറെഡി ഉള്ള ലൈനിനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനാണ് അതിൽ വരുന്നത്. കണ്ട, നേരെ മറിച്ച് എക്സ് വന്നു കഴിഞ്ഞ ശേഷം വരച്ചതിന് എന്താവും? പുതിയ ലൈനായിട്ടായിരിക്കും വരിക. ഇനി അടുത്ത് വേറെ ഒരു ടൂൾ ഉണ്ട്, ഇതിലുണ്ടോ അറിയില്ല, സ്മൂത്ത് ടൂൾ. ഉണ്ട്. പിന്നെ അതിന് പെൻസിൽ ടൂൾ തന്നെ എടുത്തു. പെൻസിൽ ടൂൾ എടുത്തിട്ട് അങ്ങനെ വരച്ചു, റഫായിട്ട് വരച്ചു. ആ റഫ് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം പറഞ്ഞാൽ സ്മൂത്ത് ടൂൾ എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഓടിച്ചാൽ മതി, സ്മൂത്തായി കിട്ടും. കേട്ടാ, ഓക്കെ. അതാണ് ഇല്ലുസ്ട്രേറ്റർ പറഞ്ഞാൽ. എന്താണ് ഇത് തന്നെ വരയ്ക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് ഇല്ലുസ്ട്രേറ്റർ. അതായത് ആർട്ടിസ്റ്റുമാർ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കണത് നോർമലി ഇതിൽ. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഡിജിറ്റൽ ടൂളാണ് അവർ ഉപയോഗിച്ചത്. ഇതിന് അടുത്ത് ഇവിടെ താഴെ ഒരു ടൂൾ ഉണ്ട്, ബോബ് ബ്രഷ് എന്ന് പറയും. ബ്രഷിൽ നിന്ന് ഡിഫറെൻ്റ് എന്താ പറഞ്ഞാൽ, ഈ ബോബ് ബ്രഷ് എടുത്ത് വരച്ചാൽ വരുന്നത് സെലക്ട് ചെയ്ത് അറിയാൻ പറ്റും. ഫിൽ കളറാണ്, സ്ട്രോക്ക് അല്ല. അതേ വ്യത്യാസമുള്ളൂ. എന്തെങ്കിലും ഒരു ഫിൽ കളറിൽ ബ്രഷ് വേണം പറഞ്ഞാൽ ഈ ബോബ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. സ്ക്വയർ ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് കൂടും. ഹലോ, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് തന്നെ ചെയ്യാൻ പറഞ്ഞോളൂ. സാറിൻ്റെ പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റ് പറയാനും. ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത് തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഇരിക്കാൻ പറയും. ഹലോ, കേൾക്കുന്നില്ലേ? അത് ഇവിടെ താഴത്തെ റൂമായി കാരണേ കട്ടാവാണ്. അല്ല, അതായത് അവരെ കൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് എടുക്കാൻ പറഞ്ഞായിരുന്നു. അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ ഡ്രോയിങ്ങിൻ്റെ തന്നെ വേറെ രീതിയിൽ ചെയ്യാൻ പറയും. അത് സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല ഡ്രോയിങ്ങിന്. സോഷ്യൽ മീഡിയൻ്റെയാണ് പറഞ്ഞത്. സാറിനെ കൊണ്ടൊന്ന് കൊടുക്കും, നിങ്ങൾ പറഞ്ഞാലും മതി. അല്ലെങ്കിൽ അവർ കൊടുത്ത ഏതെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് അവർക്ക് അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ ആ ഡ്രോയിങ്ങിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞോളൂ. ശരി. ഓക്കെ, അടുത്ത എറൈസർ ടൂൾ ഇതിലുണ്ട്. എറൈസർ, സിസർ, നൈഫ്, ഇതൊക്കെ എന്തിനാണ്? കട്ട് ചെയ്യാനുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം എങ്ങനെ ഒരു ബോക്സോ സർക്കിളോ വെച്ച് വരച്ചു, സർക്കിൾ ഇട്ട് വരച്ചു. എറൈസർ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഫോട്ടോഷോപ്പിൽ എറൈസർ ടൂൾ ഇമേജിനെ എറൈസ് ചെയ്യാനാണ്. ഇത് ഷേപ്പിനെ എറൈസ് ചെയ്യും. കണ്ട, എറൈസ് ചെയ്യുമ്പോൾ ഓരോ ഡോട്ട് കാണുന്നില്ലേ? ആങ്കർ പോയിന്റ് ഉണ്ടെങ്കിലേ ഷേപ്പ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ.
ഇപ്പോൾ എറൈസ് നമുക്ക് ഷേപ്പിനെ എറൈസ് ചെയ്യാൻ പറ്റും എറൈസർ ടൂളിൽ. അതേപോലെ ഇനി അടുത്ത സിസർ ടൂൾ പറഞ്ഞ ടൂൾ ഉണ്ട്. സിസർ ടൂൾ പറയുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കട്ടായിട്ടുണ്ടാവും. ഓക്കെ, തുടക്കവും ഒടുക്കവും ഒന്ന് ഒരു ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ടൂൾസ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത നൈഫ് പറഞ്ഞ ടൂൾ ഉണ്ട്. നൈഫ് ക്ലിക്കല്ല, ഇവിടുന്ന് ഇങ്ങനെ വരച്ച് 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 ഇതങ്ങനെ കട്ട് ചെയ്യുക. വരച്ച് ഡ്രാഗ് ചെയ്യണം. ഉണ്ടാ ഇങ്ങനെയാണ് നൈഫിൽ കട്ട് ചെയ്യുക. ആ ടൂൾ ഉള്ളത് കൊണ്ട് ഞാൻ പറയണത് മാത്രം. ശരിക്കും നമുക്ക് ആ പാത്ത് ഫൈൻഡറും ഷേപ്പ് ബിൽഡർ ടൂൾ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഈ ടൂളൊന്നും ഉപയോഗിക്കാറില്ല. ഫുള്ള് ഞാൻ ആ പാത്ത് ഫൈൻഡറും ഈ പറഞ്ഞ ഷേപ്പ് ബിൽഡർ ടൂളാണ് ഉപയോഗിക്കുന്നത്.